സംഗീത ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. കേട്ടോക്കൂ. നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥനമായിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ് നമുക്ക് സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വാഹനത്തിൽ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. അങ്ങനല്ല, പുതിയ സർക്കാർ ഇവിടെ സൗജന്യ യാത്ര കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പണി കിട്ടി എന്നല്ല എന്റെ പൊന്നു സുഹൃത്ത് നിങ്ങൾ പറയേണ്ടത്. താങ്കൾ ചിലപ്പോൾ ആ ബസ്സിന്റെ ഓണറായിരിക്കാം, കണ്ടക്ടറായിരിക്കാം, ഡ്രൈവറായിരിക്കാം, ആര് തന്നെ ആയിക്കോട്ടെ. ഒരു കാലഘട്ടത്ത് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇവിടെ പടക്കം പൊട്ടിച്ചായിരുന്നു. ആ പടക്കം പൊട്ടിച്ചതിന്റെ മണം ഇപ്പോഴാണ് വരുന്നത് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ അതിന്റെ ശബ്ദം എപ്പോഴേ വരുന്നുള്ളൂ, അതിന്റെ പുക എപ്പോഴേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോഴാണ് ശരിക്കും പടക്കം പൊട്ടിയത്. പക്ഷേ അതൊക്കെ പാവം നിങ്ങളുടെ നെഞ്ചത്തായി പോയി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. എന്തായാലും നമ്മുടെ വി.ഡി. സതീശൻ സർക്കാർ നിങ്ങൾക്ക് ചെയ്തത് നല്ലതാണോ ചിത്തതാണോ എന്നൊന്നും നിങ്ങൾ ഇപ്പോഴും പറയാൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും വലിയ രസകരം. ഈ വീഡിയോയിൽ നിങ്ങൾ ഒരു വാക്ക് കൊണ്ടുപോലും നിങ്ങൾ ഈ ഒരു വി.ഡി. സർക്കാരിനെ ചീത്ത പറയുന്നില്ല, അല്ലെങ്കിൽ വി.ഡി. സർക്കാർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നില്ല. ഒന്ന് കേട്ടോക്കെ. ശമ്പളം കണ്ടെത്തുന്നതിന് വേണ്ടി, ഞങ്ങളുടെ ഡീസൽ അടിക്കുന്നതിന് വേണ്ടി, മെയിൻ്റെനൻസ് കണ്ടെത്തുന്നതിന് വേണ്ടി വേറൊരു മാർഗമില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൊറോണ സമയത്തൊക്കെ നമ്മൾ ഒത്തിരി പേരെ നമ്മൾ സഹായിച്ചിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, താൽക്കാലികമായിട്ടെങ്കിലും പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം, അതാണ് ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ തന്നെ ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കും. എന്തായാലും അവരിപ്പോ ഒരു പാട്ടപ്പിരിവുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ ഇവർ കുടുങ്ങി കിടക്കുകയാണ്. എന്നിട്ട് പോലും വി.ഡി. സതീശൻ സർക്കാർ സ്ത്രീകൾക്ക് നല്ലത് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ വി.ഡി. സതീശൻ സർക്കാർ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ ഫ്രീ കൊടുത്ത് ഞങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കരുത് എന്നൊന്നും ഇവർക്കിപ്പോൾ ഒരു വാക്ക് കൊണ്ടുപോലും നോവിക്കാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ്. ഞാൻ ഈ സമയത്തൊക്കെ നമ്മളൊക്കെ പറയേണ്ടത് നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് തന്നെയാണ്. പക്ഷേ ഇവരനുഭവിക്കുന്നത് കുറച്ച് കഷ്ടമാണ്. ചിലപ്പോൾ ഇവരായിരിക്കാം പടക്കം പൊടിച്ചിട്ടുണ്ടായിരിക്കുക, ചിലപ്പോൾ ഇവരായിരിക്കില്ല പടക്കം പൊടിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ ബസ്സുകാരുടെ കാര്യം കഷ്ടത്തിലാണ്. എന്ത് നാടകമാണെങ്കിലും ഇതൊന്ന് കണ്ടുപോകും. ഒരു ദിവസം 5000 രൂപയുടെ കുറവെങ്കിലും കളക്ഷൻ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്പെയർ പാർട്സിൽ കുറവ് വരുത്താൻ കഴിയുമോ? ഓയിലിൽ കുറവ് വരുത്താൻ പറ്റുമോ? ഗ്രീസിൽ കുറവ് വരുത്താൻ കഴിയുമോ? ടയറിൽ കുറവ് വരുത്താൻ കഴിയുമോ? ഡീസലിൽ കുറവ് വരുത്താൻ കഴിയുമോ? ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ കഴിയുമോ? ശമ്പളത്തിൽ കുറവ് വരുത്താൻ കഴിയുമോ? കഴിയില്ല. അതൊരു തൊഴിൽ മേഖലയാണ്. സ്വകാര്യ ബസ് ഉടമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പറയുന്ന പോലെ 10-50 ബസ്സൊക്കെയുള്ള വൻകിട കുത്തക മുതലാളിമാരൊന്നുമല്ല. പലരും സ്വന്തമായി വണ്ടി ലോൺ എടുത്ത് വണ്ടിപ്പണി ചെയ്ത് ജീവിക്കുന്ന മുതലാളിമാരും തമ്മിൽ വലിയ വ്യത്യാസമില്ല. നമ്മളാ വരവേൽപ്പ് സിനിമയിലെ പോലെ തന്നെ മുതലാളി തന്നെ തൊഴിലാളിയായി മാറുന്ന അവസ്ഥയൊക്കെയാണ് പല ബസ്സിലുള്ളത്. ഇവരൊന്നും വൻ എന്താ പറയാ ബസ് മുതലാളിമാരല്ല. നമ്മളെ റോബിൻ ബസ് മുതലാളി ഇന്നിപ്പോ മിണ്ടുന്നില്ല കേട്ടോ. റോബിൻ ബസ് മുതലാളിയുടെ കാര്യമൊക്കെ എന്താണോ, എന്തായിരുന്നു മൂപ്പരൊക്കെ നാടകങ്ങള്. റോബിൻ ബസ് ആർമി അടക്കം ഉണ്ടാക്കിയിരുന്നു കുറെ മൊയന്തുകള്. മറ്റുള്ളൊക്കെ അവിടെ എപ്പോഴും ഉണ്ടോന്ന് വരെ പിടുത്തൊന്നുമില്ല. എന്തായാലും കേൾക്ക്. അപ്പോ ഈ KSRTCയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ അതിനൊരു ഇമ്പാക്ട് വലുതായിരിക്കും ഈ സ്വകാര്യ ബസ് ഉടമകൾ. ആയിരിക്കുമല്ലോ, തീർച്ചയായിട്ടും വലുതായിരിക്കും. പക്ഷെ അതെന്തേ നിങ്ങൾക്കാർക്കും മനസ്സിലായില്ല? ഇവർക്കാർക്കും ആ ഒരു ഇമ്പാക്ട് എന്തുകൊണ്ട് പിടുത്തം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം. കാരണം ഒരു സാമാന്യമായിട്ട് നമ്മുടെ റേഷൻ കടയത്തെ ചോറൊക്കെ വാരി തിന്നുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, ഗംഭീരമായിട്ട് ഇത് നമ്മളെ ബാധിക്കും അല്ലേ? പക്ഷെ ഇവർക്കത് മനസ്സിലായില്ല. ഇത് മാത്രമല്ലെന്നേ, ഇനിയും ഒരു വീഡിയോ കൂടി ഉണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. അവിടെ സ്വകാര്യ ബസ് മേഖലയ്ക്ക് കഴിഞ്ഞ 12 ദിവസത്തിനിടെ ഉണ്ടായത് 25 കോടി രൂപയുടെ വരുമാന നഷ്ടമെന്നാണ്. അടിപൊളി, 25 കോടി രൂപയുടെ വരുമാന നഷ്ടം. എന്നാൽ KSRTCക്ക് ദിവസം 2 എത്രയോ കോടി രൂപയുടെ വരുമാന നഷ്ടം. അപ്പൊ 2 വെച്ച് കൂട്ടുകയാണെങ്കിൽ 3-2-16 ഏകദേശം 10-16 20 കോടിയുടെ അടുത്ത് ഒരു മാസം നഷ്ടമുണ്ടാവും എന്നൊക്കെ വിചാരിക്കാം. എല്ലാം നഷ്ടത്തിലാണ്. ബസ്സുകാരെ നഷ്ടം, KSRTC നഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ഒരുമിച്ച് മൂഞ്ചി പണ്ടടക്കാൻ പോകുന്ന അർത്ഥം. കേൾക്ക് പറയുന്നത് കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര തുടങ്ങിയ ശേഷമാണ് വരുമാനത്തിൽ കുത്തനെ ഇടിവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് 880 ബസ്സുകൾ സർവീസ് അവസാനിപ്പിക്കാനുള്ള അപേക്ഷ ഇപ്പോൾ തന്നെ നൽകി. 3000 ബസ്സുകൾ കൂടി ഉടൻ അപേക്ഷ നൽകുമെന്ന് ബസ് ഉടമകൾ പറയുന്നു. ഞാൻ നിൽക്കുന്നത് മംഗലം ഡാം. എന്തായാലും ഇനി അവരെന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ്. സർവീസ് അവസാനിപ്പിക്കാനുള്ള അപേക്ഷ നൽകുന്നത്. ഞങ്ങൾ ഈ സർവീസ് അങ്ങ് നിർത്തുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് സന്തോഷിക്കാനുള്ള കാര്യമൊന്നുമല്ല. വി.ഡി. സർക്കാർ ചിലപ്പോൾ സന്തോഷിക്കണ്ടായിരിക്കും. കാരണം ഇതിന്റെ ഭാഗമായിട്ട് കുത്തകകൾക്ക് വല്ല സഹായം കിട്ടുവാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെ ഇവരെല്ലാം ബസ് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടേക്ക് പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നുണ്ടായിരിക്കും. അതാരായിരിക്കും? അത് ഏത് കമ്പനി ആയിരിക്കും?
പുതിയ വല്ല കമ്പനിയും സർക്കാരുമായിട്ട് ഒപ്പിട്ടിട്ടുണ്ടോ? കാരണം ഇവരിങ്ങനെ പോകുമ്പോൾ ഇവർ ബസ്സിന്റെ റൂട്ടൊക്കെ നിർത്തും. അപ്പോൾ അവിടേക്ക് എന്തായാലും ഓട്ടം വേണ്ടേ അല്ലേ? അവിടേക്ക് എന്തായാലും ഓട്ടം വേണം, അവിടേക്ക് എന്തായാലും ബസ് ഓടണം. അങ്ങനെ ബസ് ഓടണമെങ്കിൽ പുതിയ കമ്പനികൾ വരും. പുതിയ കമ്പനികൾ വരുമ്പോൾ അവരുമായിട്ട് എന്തെങ്കിലും ടൈപ്പൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചില ആൾക്കാരൊക്കെ സംശയം ഉന്നയിച്ച് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഗണേഷ് കുമാറിനെ തെറി പറഞ്ഞ, ഗണേഷ് കുമാർ തോറ്റപ്പോൾ പടക്കം പൊട്ടിച്ച ആളുകൾക്കൊക്കെ ഗണേഷ് കുമാർ ദൈവമായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും എല്ലാവർക്കും നമോ വാഗം. ബൈ.